ഏവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യുദ്ധം ജയിച്ചവർക്ക് മറ്റൊരു യുദ്ധം ആവശ്യമില്ല. അത് ആവശ്യമായി വരുന്നത് തോറ്റവർക്കാണ്. ഇസ്രായേലും അമേരിക്കയും വീണ്ടും ഇറാനെ ആക്രമിക്കണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ യുദ്ധത്തിൽ ഈ ഭീകര രാഷ്ട്രങ്ങൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുമായിട്ടുള്ള ഏതൊരുവിധ ചർച്ചയും യാതൊരുവിധ പ്രയോജനവും ചെയ്യില്ലെന്നും അതുകൊണ്ട് അമേരിക്കയുമായി ഇനിയൊരു ആണവ ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്നും ഞങ്ങൾ ആണവ ബോംബിനുള്ള യുറേനിയ സമ്പുഷ്ടീകരണം വീണ്ടും തുടരുകയാണ് എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനെയി കഴിഞ്ഞ ദിവസം ഇറാനിയൻ റേഡിയോയിലൂടെ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ രാജ്യത്തോട് ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഇറാന്റെ പ്രോക്സികളെ നശിപ്പിക്കുന്നതിലൂടെ ഇറാൻ ദുർബലമാകും എന്ന് നെതന്യാഹുവും അവരുടെ ടെലിവിഷനിലൂടെ പറയുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് ഇത് എന്നാണ് ലോകത്തുള്ള മുഴുവൻ പത്രങ്ങളും ഇപ്പോൾ ഇതിനെ വിലയിരുത്തുന്നത്. ഇത്തവണ ഇറാനെ ആക്രമിക്കുമ്പോൾ അതിൽ അമേരിക്കയും ഇടപെടും എന്നൊരു സംശയം ഈ മീഡിയകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അമേരിക്ക പറയുന്നത് ഇറാന്റെ കൈവശമുള്ള മുഴുവൻ ന്യൂക്ലിയർ ശേഖരവും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കൈമാറി ഞങ്ങൾ എറിഞ്ഞു തരുന്ന ഉരുളക്കിഴങ്ങും പെറുക്കി പുഴുങ്ങി തിന്ന് ഷണ്ടോദരനായിട്ട് ഇരിക്കാൻ ഇറാനോട് കൽപ്പിക്കുമ്പോൾ അമേരിക്കയുടെ ഈ കൽപ്പനയെ വെറും പുല്ലുവിലയായി കണക്കാക്കാൻ ഇറാൻ തയ്യാറാവുന്നത് ഇവന്റെ ഒന്നും ചെലവിലല്ല ഞങ്ങൾ കഴിയുന്നത് എന്ന് അവർ ലോകത്തെ ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളുടെ രാജ്യം കഠിനാധ്വാനം ചെയ്ത് നേടിയ മഹത്തായ ന്യൂക്ലിയർ നേട്ടം നശിപ്പിക്കണമെന്ന് പറയുന്നത് വെറും അർത്ഥശൂന്യമാണെന്നും അത്തരം ഒരു കാര്യം നിർദ്ദേശിക്കുന്ന ആരുമായി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുമാണ് ഇറാന്റെ പരമോന്നത നേതാവായ ഈ അലി ഖാംനെയി ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. തന്നെയുമല്ല, ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ടെല്ലവീവോ ഹൈഫയോ ഇനി ബാക്കി ഉണ്ടാവില്ല എന്നും ഖാംനെയി നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ യുദ്ധത്തിന് മുമ്പും ഇതുപോലെ ഇറാൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് കേൾക്കാതെയാണ് ഉമ്മാർ യുദ്ധത്തിന് ചെന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? ഇസ്രായേലിന് വൻ നാശം വിതച്ചുകൊണ്ടാണ് ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത്. അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് ഇസ്രായേൽ പിന്മാറി എന്ന് തന്നെയാണ്. അതോടൊപ്പം അമേരിക്ക പിന്തുടർന്നുകൊണ്ട് യൂറോപ്പും അവരുടെ സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ ഇറാന് മേൽ നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെയൊക്കെ കാലാവധി ഈ കഴിഞ്ഞ മാസം അവസാനിച്ചതാണ്. അതിനുശേഷം വീണ്ടും ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി ഉമ്മാർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തി അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ മുതൽ ഈ സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ ഇറാന് മേൽ വീണ്ടും ഉപരോധത്തിൽ പെടുത്തിയിരിക്കുകയാണ്. വരുന്ന ഏപ്രിൽ വരെയെങ്കിലും ഈ ഉപരോധം നീട്ടിവെക്കാൻ വേണ്ടി ഇറാൻ സഖ്യകക്ഷികളായ റഷ്യയും ചൈനയും ഒക്കെ യൂറോപ്പിന് മേൽ നടത്തിയ അവസാന ശ്രമം പോലും തകർത്തുകൊണ്ടാണ് ഈ ഉപരോധം യൂറോപ്പ് ഇപ്പോൾ ഈ ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ യൂറോപ്പിനോടൊപ്പം നല്ല കലിപ്പായിട്ട് നിൽക്കുകയാണ്. ഒന്നാമത് ഇവന്മാരൊരു യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. റഷ്യ ഇങ്ങനെ യൂറോപ്പിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു യുദ്ധം ചെയ്ത് ഇവന്മാരെല്ലാം തകർക്കണമെന്നാണ് റഷ്യയും ചൈനയൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ ശക്തിയായിട്ട് ഇപ്പുറത്ത് മാറിയിട്ടുണ്ടല്ലോ. ഇപ്പം ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ യൂറോപ്പ് നല്ല കാര്യമായിട്ട് പങ്ക് വഹിക്കുന്നുണ്ട്. ആയുധമൊക്കെ കൊടുത്തിട്ട് ഉക്രൈനെ കൊണ്ട് റഷ്യ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കലിപ്പെല്ലാം ഇങ്ങനെ റഷ്യ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മാർക്കറ്റ് അടിക്കാനൊരു അവസരം നോക്കി അതിപ്പോൾ കൊടുക്കും. വലിയ താമസം ഇല്ലാതെ തന്നെ റഷ്യ യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ് ഉന്നവിട്ട് നോക്കിയിരിക്കുകയാണ്. അടി വളരെ സാധ്യതയുണ്ട്. റഷ്യ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇറാൻ പറയുന്നത് ഇറാൻ്റെ ഭാവി യുദ്ധം ഇസ്രയേലുമായിട്ട് മാത്രമല്ല, തീർച്ചയായും അത് മുഴുവൻ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ടായിരിക്കും എന്നുകൂടി ഈ ഖാംനെയി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷെ എന്നാലും ഉമ്മാരൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചെറിയ രാജ്യമാണ്, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും കഴിയണം എന്നല്ല അവർ ചിന്തിക്കുന്നത്. റഷ്യയും ചൈനയും കൊറിയയും ഇറാനും ഒക്കെ തലയ്ക്ക് മുകളിൽ ഭീഷണിപ്പെടുത്തി നിൽക്കുമ്പോഴും അമേരിക്കയുടെ പഴങ്കഥകളുടെ വീരത്വത്തിൽ വിശ്വസിച്ച് അവരുടെ പിന്നാലെ നടന്ന് സ്വന്തം ജീവിതം യുദ്ധത്തിന് വിട്ടുകൊടുക്കുന്ന മണ്ടന്മാരായ കൊച്ചു കൊച്ചു രാജ്യങ്ങളാണ് ഈ യൂറോപ്പ് എന്ന് പറയുന്നത് തന്നെ. അതിൻ്റെ ദോഷം ഈ രാജ്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരെ റഷ്യ യുദ്ധത്തിന് പ്രകോപിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയേണ്ടി വന്നത്. തന്നെയുമല്ല, കാലങ്ങളായിട്ട് ഉപരോധത്തിൽ കിടന്നിട്ടും തളർന്നില്ല എന്ന് മാത്രമല്ല, ഉപരോധങ്ങളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിശക്തമായ അല്ലെങ്കിൽ അതിമാരകമായ ആയുധങ്ങൾ നിർമ്മിച്ച് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കാനും ആക്രമിക്കാൻ വരുന്നവന്മാരെ പരിക്കേൽപ്പിച്ച് തല്ലി ഓടിക്കാനും കഴിയുന്ന തരത്തിൽ അതിശക്തമായ രാഷ്ട്രമായി നിലനിൽക്കാൻ ഇറാന് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉപരോധങ്ങളില്ലാത്ത ഇറാനെക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാൻ ഇപ്പോൾ ഉപരോധമില്ലായിരുന്നെങ്കിൽ ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായാണ്. പിന്നെ ഒരു കാര്യം, ഉപരോധം ഇല്ലായിരുന്നെങ്കിൽ ഇറാൻ ഇത്രയും ശക്തി ആവില്ലായിരിക്കും. ചിലപ്പം എല്ലാവരുടെ സഹായമുണ്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് ഒരു സാധനം കൂട്ടി വെക്കത്തേ ഉള്ളൂ. ഇതവരതല്ല. ഉപരോധങ്ങളെ മറികടക്കാൻ വേണ്ടി